ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് മെയിൻറ്റെയിൻ കൺട്രോളിംഗ് ഏരിയ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കൺട്രോളിംഗ് ഏരിയ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അതിൻ്റെ തിയററ്റിക്കൽ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോ കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഫസ്റ്റ് എന്താണ് കൺട്രോളിംഗ് ഏരിയ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം വേണം മെയിൻറ്റെയിൻ കൺട്രോളിംഗ് ഏരിയ കോൺഫിഗറേഷനിലോട്ട് വരാനായിട്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പ്രാക്ടിക്കൽ കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ കൺട്രോളിംഗ് ഏരിയ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. കൺട്രോളിംഗ് ഏരിയ ക്രിയേറ്റ് ചെയ്യാനുള്ള ടി കോഡ് വരുന്നത് OKKP അല്ലെങ്കിൽ OX06. രണ്ട് ടി കോഡ് വരുന്നുണ്ട്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നോക്കാം. അതിൻ്റെ സീക്വൻസ് വരുന്നത് SPRO, SAP റെഫറൻസ് IMG, കൺട്രോളിംഗ്, ജനറൽ കൺട്രോളിംഗ്, ഓർഗനൈസേഷൻ, മെയിൻറ്റെയിൻ കൺട്രോളിംഗ് ഏരിയ. ഓക്കെ, ഇപ്പോൾ നമ്മൾ SAPയുടെ ഈസി ആക്സസ് സ്ക്രീനിലാണുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് കൺട്രോളിംഗ് ഏരിയ ക്രിയേറ്റ് ചെയ്യാനുള്ള ടി കോഡ് എൻ്റർ ചെയ്യാം. ആദ്യം നമുക്ക് OKKP എൻ്റർ ചെയ്ത് നോക്കാം. OKKP എൻ്റർ. മെയിൻറ്റെയിൻ കൺട്രോളിംഗ് ഏരിയ സ്റ്റെപ്പാണിത്. ഇവിടെ നോക്കുവാണെങ്കിൽ ബേസിക് ഡാറ്റ, ആക്ടിവേറ്റ് കമ്പോണൻറ്റ്, അസൈൻമെൻറ്റ് ഓഫ് കമ്പനി കോഡ്, ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഇനി നമുക്ക് വേറൊരു ടി കോഡുണ്ട്, OX06. അതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് കൺട്രോളിംഗ് ഏരിയ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. നമുക്കിവിടെ കമ്പനി കോഡുമായിട്ട് കൺട്രോളിംഗ് ഏരിയ അസൈൻ ചെയ്യാനുള്ള സ്റ്റെപ്സ് ഒന്നുമില്ല. ഇനി അതല്ല, കൺട്രോളിംഗ് ഏരിയ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് അത് കമ്പനി കോഡുമായിട്ട് അസൈൻ ചെയ്ത് അതിൻ്റെ കമ്പോണൻസ് എല്ലാം ആക്ടിവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ OKKP ടി കോഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്കത് SPRO വഴി പോകുന്നത് നോക്കാം. SPRO, SAP റെഫറൻസ് IMG. ഇപ്പോൾ നമുക്ക് OX06 ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് കൺട്രോളിംഗ് ഏരിയ ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റർപ്രൈസ് സ്ട്രക്ചറിനകത്ത് ഡെഫിനിഷൻ, കൺട്രോളിംഗ്, മെയിൻറ്റെയിൻ കൺട്രോളിംഗ് ഏരിയ, ഇതിൻ്റെ ടി കോഡ് വരുന്നത് OX06 ആണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോളിംഗ് ഏരിയ മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് എത്താൻ പറ്റും. ഇവിടെ ആക്ടിവേറ്റ് കമ്പോണൻറ്റും അസൈൻമെൻറ്റ് ഓഫ് കമ്പനി കോഡ് ടു കൺട്രോളിംഗ് ഏരിയ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടാകില്ല. ഓക്കെ, നമുക്ക് കൺട്രോളിംഗ് ഏരിയ ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് അതിനകത്തിൽ കമ്പനി കോഡ് അസൈൻ ചെയ്യണം. ആക്ടിവേറ്റ് കോമ്പോണൻസ് എന്നുള്ള ഓപ്ഷൻസ് എനേബിൾ ചെയ്യുകയും വേണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കൺട്രോളിംഗ്, ഡയറക്റ്റ് കൺട്രോളിങ്ങിലോട്ട് വരാം. SPRO, SAP റെഫറൻസ് IMG, കൺട്രോളിംഗ്, ഡയറക്റ്റ് കൺട്രോളിങ്ങിലോട്ട് വരിക. അതിനുശേഷം ജനറൽ കൺട്രോളിംഗ് ക്ലിക്ക് ചെയ്യുക. ഓർഗനൈസേഷൻ, മെയിൻറ്റെയിൻ കൺട്രോളിംഗ് ഏരിയ, ഇതിൻ്റെ ടി കോഡ് വരുന്നത് OKKP ആണ്. അപ്പോൾ ഇതിനകത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കൺട്രോളിംഗ് ഏരിയ കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നതാണ്. എക്സിക്യൂട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് കാണാം. മെയിൻറ്റെയിൻ കൺട്രോളിംഗ് ഏരിയ, കോപ്പി, ഡിലീറ്റ്, ചെക്ക് കൺട്രോളിംഗ് ഏരിയ. ഇപ്പോൾ കോപ്പി ചെയ്ത് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ഈ ഓപ്ഷൻ ആയിരിക്കും ബെറ്റർ. അതെന്താണെന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം സ്ട്രക്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെംപ്ലേറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആ ടെംപ്ലേറ്റ്സിനകത്ത് 3 രീതിയിൽ കൺട്രോളിംഗ് ഏരിയ കോപ്പി ചെയ്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കമ്പനി കോഡ്, പ്ലാന്റ്, സെയിൽസ് ഓർഗനൈസേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, ഡിവിഷൻ, കൺട്രോളിംഗ് ഏരിയ, കമ്പനി കോഡ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 3 രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. കമ്പനി കോഡ്, പ്ലാന്റ് വേണോ, സെയിൽസ് ഓർഗനൈസേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, ഡിവിഷൻ വേണോ, അല്ലെങ്കിൽ കൺട്രോളിംഗ് ഏരിയ, കമ്പനി കോഡ് വേണോ. അപ്പോൾ ആ ഓപ്ഷൻ കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് കോപ്പി ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. കോപ്പിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0001 എന്ന് പറയുന്ന SAPയുടെ സ്റ്റാൻഡേർഡ് കൺട്രോളിംഗ് ഏരിയ ആണ്. അതിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ കൺട്രോളിംഗ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതേപോലെ അതിൻ്റെ കൂടെ തന്നെ കമ്പനി കോഡ് സെറ്റിങ്സും കോപ്പി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ അല്ലാതെ ഡയറക്റ്റ് മാനുവലി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, കോപ്പി ചെയ്യുന്നില്ല. ബാക്ക് ഇറങ്ങിയതിന് ശേഷം മെയിൻറ്റെയിൻ കൺട്രോളിംഗ് ഏരിയ എന്ന ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. മെയിൻറ്റെയിൻ കൺട്രോളിംഗ് ഏരിയ. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ന്യൂ എൻട്രീസ് എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 2 രീതിയിൽ കൺട്രോളിംഗ് ഏരിയ ക്രിയേറ്റ് ചെയ്യാം. ഞാനത് തിയററ്റിക്കൽ പാർട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അതായത് നമുക്ക് കമ്പനി കോഡിനെ തന്നെ കൺട്രോളിംഗ് ഏരിയ ആക്കി മാറ്റാൻ പറ്റും. അതാണ് കൺട്രോളിംഗ് ഏരിയ ഈസിക്കൽ ടു കമ്പനി കോഡ് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ അതിവിടെ നമുക്ക് അസൈൻമെൻറ്റ് കൺട്രോളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കൺട്രോളിംഗ് ഏരിയ സെയിം ആസ് കമ്പനി കോഡ്, അതായത് 1-to-1 കണക്ഷനാണ്. ഒരു കമ്പനി കോഡിനെ ഒരു കൺട്രോളിംഗ് ഏരിയ ആയിട്ട് മാത്രം അസൈൻ ചെയ്ത് പോകുന്നതിനാണ് 1-to-1 അല്ലെങ്കിൽ കൺട്രോളിംഗ് ഏരിയ ഈസിക്കൽ ടു കമ്പനി കോഡ് എന്ന് പറയുന്നത്. അതായത്
കമ്പനി കോഡിലെ ഇൻഫർമേഷൻസ് എടുത്തിട്ടായിരിക്കും ഈ ഒരു കൺട്രോളിങ് ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അതല്ല, നമുക്ക് 2ഉം 3ഉം കമ്പനി കോഡ്സ് ഉണ്ട്, അതിനെ ഒരു കൺട്രോളിങ് ഏരിയയുടെ അണ്ടറിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ആ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കൺട്രോളിങ് ഏരിയയുടെ കോഡ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ക്രോസ് കമ്പനി കോഡ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കൺട്രോളിങ് ഏരിയയുടെ അണ്ടറിൽ മൾട്ടിപ്പിൾ കമ്പനി കോഡിനെ അസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൺട്രോളിങ് ഏരിയ ഈക്വൽ ടു കമ്പനി കോഡ് എന്നുള്ള ഓപ്ഷനാണ് എടുക്കുന്നത്. 1-to-1 കണക്ഷനാണ് എൻ്റെ റിക്വയർമെൻറ്റ്, അതാണ്. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കമ്പനി കോഡ് ചോദിക്കും. ഇപ്പോൾ എൻ്റെ കമ്പനി കോഡ് TM77 ആണ്. അത് കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഇൻഫർമേഷൻസ് എല്ലാം ഫില്ലായിട്ടുണ്ട്. കമ്പനി കോഡ് കറൻസി, അതായത് കമ്പനി കോഡിൽ നിന്ന് കോപ്പി ചെയ്തുകൊണ്ടാണ് ഇവിടെ കമ്പനി കോഡ് കറൻസി വന്നത്. അത് INR ആയിട്ട് വന്നിട്ടുണ്ട്. അതല്ല, നമുക്ക് ഇനി ഇവിടെ ക്രോസ് കമ്പനി കോഡാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് കറൻസി ടൈപ്പൊക്കെ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻസ് വരും. അവിടെ ഗ്രൂപ്പ് കറൻസിയോ അല്ലെങ്കിൽ കൺട്രോളിങ് ഏരിയ കറൻസിയോ എങ്ങനെയാണോ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അതനുസരിച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ കറൻസി നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് കൺട്രോളിങ് ഏരിയ സെയിം ആസ് കമ്പനി കോഡ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഇവിടെ വേറെ ഓപ്ഷൻസ് അവൈലബിൾ അല്ല. കമ്പനി കോഡ് കറൻസി ആയിട്ട് തന്നെ പോകേണ്ടി വരും. മീൻസ് അങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൺട്രോളിങ് ഏരിയ സെയിം ആസ് കമ്പനി കോഡ് എന്നുള്ള അസൈൻമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കമ്പനി കോഡ് കറൻസി ആയിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ചാർട്ട് ഓഫ് അക്കൗണ്ട് കോപ്പി ആയിട്ടുണ്ട്, ഫിസ്ക്കൽ ഇയർ വേരിയൻറ്റും കോപ്പി ആയിട്ടുണ്ട്. കാരണം ഇതെല്ലാം കമ്പനി കോഡിൽ നിന്ന് കോപ്പി ചെയ്തതാണ്. അതാണ് നമ്മുടെ അസൈൻമെൻറ്റ് ഓപ്ഷൻ. ഇനി ഇവിടെ നമുക്ക് കോസ്റ്റ് സെൻറ്റർ സ്റ്റാൻഡേർഡ് ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യണം. കോസ്റ്റ് സെൻറ്റേഴ്സിൻ്റെ ഹെഡാണ്, അതായത് നമ്മുടെ എല്ലാ കോസ്റ്റ് സെൻറ്റേഴ്സിനെയും ഇതിൻ്റെ അണ്ടറിലായിരിക്കും മാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഫർദർ കോൺഫിഗറേഷൻസ് നമുക്ക് അതിന് സെപ്പറേറ്റ് ഒരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കോസ്റ്റ് സെൻറ്റർ സ്റ്റാൻഡേർഡ് ഹയറാർക്കി ഒരു കോഡ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ CCH TM77 എന്നുള്ളൊരു കോഡാണ് കൊടുത്തത്. അതിന് ശേഷം സേവ് ചെയ്യാം. സേവ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സിസ്റ്റം ഒരു മെസ്സേജ് ഇട്ട് തരും. അതിനകത്ത് പറയുന്നത് സ്റ്റാൻഡേർഡ് ഹയറാർക്കി ഡസ് നോട്ട് എക്സിസ്റ്റ്. അങ്ങനെയെങ്കിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. സിസ്റ്റം പറയുന്നുണ്ട് അത് ക്രിയേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ് കൊടുക്കുക. ഇപ്പോൾ ഒരു റിക്വസ്റ്റ് ചോദിക്കും. അപ്പോൾ ഞാനത് പുതിയൊരു റിക്വസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. SAP CO കോൺഫിഗറേഷൻ. TM77. അതിനുശേഷം എൻ്റർ ചെയ്യുകയാണ്. ഒന്നുകൂടെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് വരും. ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് സേവ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി 2 സ്റ്റെപ്പ് ഇവിടെ ഉണ്ട്. ആക്ടിവേറ്റ് കമ്പോണൻറ്റ്, അസൈൻമെൻറ്റ് ഓഫ് കമ്പനി കോഡ്. നമുക്ക് ആക്ടിവേറ്റ് കമ്പോണൻറ്റിലോട്ട് ക്ലിക്ക് ചെയ്യാം. അവിടുന്ന് ന്യൂ എൻട്രീസ് എടുക്കാം. ന്യൂ എൻട്രീസ്. ഇപ്പോൾ ഇവിടെ ഫിസ്ക്കൽ ഇയർ ചോദിക്കുന്നുണ്ട്, 2024 എന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. കോസ്റ്റ് സെൻറ്റർ എന്തായാലും നമുക്ക് വേണം, അത് ആക്ടിവേറ്റ് ചെയ്യുക. ഇവിടെ ആക്ടിവിറ്റി ടൈപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്യുക. ഇതൊക്കെ റിക്വയർമെൻ്റ് ആണ്. അടുത്തത് ഓർഡർ മാനേജ്മെൻറ്റ്. ഇൻറ്റേർണൽ ഓർഡർ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യുക. കമ്മിറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, എന്തൊക്കെയാണ് നിങ്ങളുടെ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് അതിനനുസരിച്ച് ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂൾ ചെയ്യുമ്പോഴത്തേക്ക് എനേബിൾ ചെയ്താലും മതി. നമ്മളിപ്പോൾ കോസ്റ്റ് സെൻറ്റർ മാത്രമേ ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. ഇൻറ്റേർണൽ ഓർഡർ അത് മൊഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. അത് ചെയ്യുന്നുണ്ട്. ഇൻറ്റേർണൽ ഓർഡർ ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെയായിട്ട് വേറെ കുറേ ഓപ്ഷൻസ് കൂടെ വരുന്നുണ്ട്. പ്രൊജക്റ്റ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് സിസ്റ്റം, അതായത് WBS എലമെൻറ്റുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എനേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്യുക. സെയിൽസ് ഓർഡർ അറിയാമല്ലോ, SD ആയിട്ട് റിലേറ്റഡ് ആണ്. കോസ്റ്റ് ഒബ്ജക്റ്റ്, പിന്നെ റിയൽ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ഞാനിപ്പം എനേബിൾ ചെയ്യുന്നില്ല. ദെൻ വേരിയൻസ്, പിന്നെ അതർ ഇൻഡിക്കേറ്റേഴ്സിനകത്ത് ആൾ കറൻസീസും വേരിയൻസും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ അസൈൻമെൻറ്റ് ഓഫ് കമ്പനി കോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ എൻട്രീസ് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ കമ്പനി കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റെ കമ്പനി കോഡ് TM77 ആണ്. എൻ്റർ ചെയ്യുക. ക്രോസ് കമ്പനി കോഡ് ആണെങ്കിൽ മൾട്ടിപ്പിൾ കമ്പനി കോഡ്സ് വരും. അതായത് ഞാൻ പറഞ്ഞല്ലോ, ക്രോസ് കമ്പനി കോഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മൾട്ടിപ്പിൾ കമ്പനി കോഡ് അസൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ 1-to-1 കണക്ഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് TM77 മാത്രമേ ഉള്ളൂ കമ്പനി കോഡായിട്ട്. അപ്പോൾ നമുക്കിവിടെ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് എൻ്റർ ചെയ്ത് വിടുക. അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കൺട്രോളിങ് ഏരിയ കോൺഫിഗർ ചെയ്യുന്നത്. കൺട്രോളിങ് ഏരിയയായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. SAP പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.